അന്തിക്കാട് ലെജൻഡ്സ് സ്പോർട്സ് ഹബ്ബ് മിറ വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷം നടന്നു. സിനി ആർട്ടിസ്റ്റ് നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വരുമ്പോൾ ഇവിടെ ആരോ പ്രസംഗിക്കുന്നത് കേട്ടു, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്നാണ്. അത് ആയുർവേദത്തിലെ ഈ ആധാരാധേയ ബന്ധം എന്ന് പറയും. അതായത് ഒരു തണുത്ത പാത്രത്തിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ ആ പാത്രത്തിന് ചൂടുണ്ടാവും. അതുപോലെ ചൂടുള്ള പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിന് ചൂടുണ്ടാവും. അതുപോലെ നല്ല ശരീരത്തിൽ നല്ല മനസ്സും ശരീരവും പരസ്പരം സ്വാധീനിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് കായിക കലയിൽ മനസ്സിന് നല്ല സ്ഥാനമുണ്ട്. വെറുതെ ഇപ്പോൾ ഈ കരാട്ടെ പഠിക്കുന്നവർക്ക് മൈൻഡിന് ഭയങ്കര കൺട്രോളായിരിക്കും. നമ്മുടെ യോഗശാസ്ത്രത്തിലും മൈൻഡിന് കൺട്രോളുണ്ട്. ചുരുക്കത്തിൽ അപ്പം മനസ്സും ശരീരവും കൂടി ചേർന്നതാണ് മനുഷ്യൻ. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം എന്തായാലും അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് ഈ കായിക വിനോദങ്ങളായിട്ടുള്ളൂ. ഞാൻ അത്ര നല്ലൊരു സ്പോർട്സിൻ്റെ ആളൊന്നല്ല. പക്ഷെ എന്തായാലും എന്നെ വിളിച്ചത് ഈ സിനിമയുടെ ബലത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ലെജൻഡ് പ്രസിഡന്റ് ലിജോ ജോസഫ് അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ജോസഫ് ടി.എൽ, അക്ബർ കെ മെമ്പർഷിപ്പ് ബോണ്ട് വിതരണം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം നിർവഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ മുഖ്യ അതിഥിയായിരുന്നു. ലെജൻഡ് വൈസ് പ്രസിഡന്റ് അമൽ സുരേന്ദ്രൻ കിരൺ കുടുംബസഹായ ഫണ്ട് കൈമാറി. നേത്രദാന കോർഡിനേറ്റർ ബെന്നി കണ്ടശങ്കടവിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വാർഡ് മെമ്പർ കെ പ്രദീപ് കുമാർ ആദരിച്ചു. അന്തിക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ്, CPM അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TI ചാക്കോ, BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കത്തറ, വിമൻസ് വിംഗ് പ്രോഗ്രാം കൺവീനർ ദിവ്യ ഷിനോജ്, ലെജൻഡ് സെക്രട്ടറി ജസ്റ്റിൻ ചിരിയകണ്ടത്ത്, ലെജൻഡ്സ് ട്രഷറർ ടിൻഡോ മാങ്ങൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി.